എൻ്റെ പാറയാകുന്ന യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയെ. മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നുമെന്നും സ്തുതി നിനക്കെന്നുള്ള ആ ഗാനം നമുക്കൊന്നിച്ച് കരങ്ങളടിച്ച് പാടി ദൈവത്തിന് മഹത്വം കരയറ്റണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. ചേർന്ന് പാടാം. എൻ്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. എൻ്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നും സ്തുതി നിനക്ക്. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. എൻ്റെ ബലഹീനമേഘങ്ങളിൽ നിന്റെ കൃപയെന്നെ തന്നല്ലോ നീ. എൻ്റെ ബലഹീനമേഘങ്ങളിൽ നിന്റെ കൃപയെന്നെ തന്നല്ലോ നീ. യേശുനാഥ നീയൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ നീയൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. നിന്റെ ചിറകുകളിൽ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. വിശ്വസ്തനും നീ എന്നും തുണയായൊരും സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായൊരും സ്തുതിക്കു യോഗ്യനും നീ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. എൻ്റെ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിയിടുമേ. എൻ്റെ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിയിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. നാഥാ നീ ചെയ്ത ഹല്ലേലൂയ എന്നാളും സ്തുതിച്ചിടുമേ.
നിറഞ്ഞവനേ, എന്നെന്നും സ്തുതി നിനക്ക്. ഓ മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നും സ്തുതി നിനക്ക്. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ആമേൻ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ആമേൻ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ആമേൻ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഹല്ലേലൂയ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന. ഹല്ലേലൂയ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഹല്ലേലൂയ. ആരാധന. Praise the Lord. Hallelujah. Hallelujah. Amen. Hallelujah. Yes, Lord. Hallelujah. അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. Praise the Lord. Hallelujah. Hallelujah. Shabbat. ദീപവലപക്ഷം ധജാതരേ, ദീപലാലപക്ഷം ധരേ. Hallelujah. ആരാധനയ്ക്കും സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിന്റെ പാദപീഠത്തെങ്കിൽ ഈ പകൽക്കാലം നാം ആയിരിക്കുക. നമ്മെ തന്നെ മുറ്റുമായി ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ പാദപീഠത്തെങ്കിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരു പഴയ ഗാനം പാടി ആത്മാവിൽ കർത്താവിനെ ആരാധിക്കാൻ പോകുക. ഇവിടെയുള്ള ദൈവമക്കൾ എല്ലാവരും ആത്മാർത്ഥതയോടെ ആരാധിക്കുന്ന ദൈവമക്കൾ എന്ന് കണ്ട് ദൈവത്തെ സ്തുതിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. മുമ്പ് നമ്മൾ പാടിയ പാട്ടിനകത്തുണ്ടല്ലോ, എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ വാഴ്ത്തി ഞാൻ സ്തുതിക്കുമ്പോൾ. ജീവനുള്ളപ്പം മാത്രമേ നമുക്ക് പാടാൻ പറ്റത്തുള്ളൂ. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ നാം തിരഞ്ഞെടുക്കുന്നതായ നിത്യതയുണ്ട്. അത് ഹല്ലേലൂയ. അവിടെ ചെല്ലുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയാണെങ്കിൽ അവിടെ എപ്പോഴും ആരാധനയാ. ആ ആരാധനയിൽ നാം ആയിരിക്കുന്ന ഹല്ലേലൂയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഭൂമിയിൽ നാം ജീവിക്കുമ്പോഴും ആ അനുഭവത്തോടെ മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആരാധനയിൽ ബന്ധനം അഴിയും, ആരാധനയിൽ കെട്ടുകൾ പൊട്ടും, ആരാധനയിൽ രോഗസൗഖ്യം വ്യാപരിക്കും. അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ അനുഭവമാ. ഇവിടെ നിൽക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ആ അനുഭവം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഈ പകൽക്കാലം ചേർന്ന് പാടി നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ നാമം ഇവിടെ മഹത്വം എടുക്കുവാറാകട്ടെ. ഹല്ലേലൂയ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും. ഹല്ലേലൂയ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണ തൻ്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. കണ്ണു
അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ ആമേൻ യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ ആമേൻ മേഘം പൊങ്ങിക്കാണുന്നേ നിത്യ കൂടാരത്തിൽ ചേരാ മേഘം പൊങ്ങിക്കാണുന്നേ നിത്യ കൂടാരത്തിൽ ചേരാ ആശാഭാഷമാകും കുട്ടികൾ മുറ്റുമാറുത്തു നീക്കണം ആശാഭാഷമാകും കുട്ടികൾ മുറ്റുമാറുത്തു നീക്കണം കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും 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 പ്രിയരെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ മറഞ്ഞ ചിത്രരും ജീവനോടിരിക്കും ശുദ്ധരും മറഞ്ഞ ചിത്രരും ജീവനോടിരിക്കും ശുദ്ധരും മിന്നിൽ കാഹളം തോന്നിക്കുമ്പോൾ മണ്ണിൽ നിന്നും വാനിൽ പോകുമേ മിന്നിൽ കാഹളം തോന്നിക്കുമ്പോൾ മണ്ണിൽ നിന്നും വാനിൽ പോകുമേ കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും 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 പ്രിയരെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ ഹല്ലേലൂയ പ്രത്യാശയിൻ പ്രദീപമേ ആമേൻ യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതവീണമീട്ടും സംഘത്തിൽ ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതവീണമീട്ടും സംഘത്തിൽ ആ പൊൻകിരീടക്കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ ആ പൊൻകിരീടക്കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും 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 പ്രിയരെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ ആമേൻ യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും വ്യർത്ഥമല്ല അതു നിശ്ചയം വേഗം കാണും എൻ മണാളനേ വ്യർത്ഥമല്ല അതു നിശ്ചയം വേഗം കാണും എൻ മണാളനേ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ ഓ അന്യനല്ല സ്വന്ത ഓ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ
തങ്ങളുടെ വിശുദ്ധ കരം ഉയർത്തി കർത്താവിന് മഹത്വം കരയേറ്റാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഉച്ചത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ദൈവത്തിൽ താണിരിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. They will be taking few minutes for their testimonies and for exhortation, and let's sit in the presence of God with prayerful attitude so that the Spirit of God can speak to our hearts and minds this morning. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളും അനുഭവങ്ങളും ജീവിതത്തിൽ പ്രാപിച്ചെടുത്ത ഒരു കുടുംബമാണ്. ആ പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യവും അനുഭവവും നമുക്ക് അല്പമായിട്ട് കേൾക്കുവാനായിട്ട് കഴിയട്ടെ. അവർ പ്രാരംഭമായി സമയമെടുക്കും. അതിനുശേഷമായിട്ട് ചില നിമിഷങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. അവസാനമായ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സാമുൽ ജോൺ അവരുകൾ നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കും. പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവമായ കർത്താവ് സഹായിക്കും. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബോസ്റ്റൺ വർഷിപ്പ് സെൻ്ററിലെ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഞങ്ങളുടെ വെണ്ണിക്കുളം സയോൺ സിംഗേഴ്സിൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഈ രാജ്യത്ത് കടന്നു വന്ന, വിശേഷാൽ ഹോസ്റ്റലിൽ കടന്നു വന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ കടന്നു വരുവാൻ ഞങ്ങൾക്ക് ലഭിച്ച നല്ല ഭാഗ്യത്തിനായി, അതൊരു പദവിയായി ഞങ്ങൾ കാണുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. വിശേഷാൽ ഞങ്ങൾ വളരെ വർഷങ്ങളായിട്ട് ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ ജെയിംസ് പൊന്നോലിൽ, തൻ്റെ സഹധർമ്മിണി, ആ മക്കൾ എല്ലാവരെയും ഓർത്ത് കർത്താവിന് മഹത്വം കരയേറ്റുന്നു. എനിക്കിതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 33 വർഷം മുമ്പുള്ള ബന്ധവും സ്നേഹവും പരിചയമാണ്. താൻ ആ നാട്ടിലെ പത്തനംതിട്ട ടൗണിൽ ഒരു പ്രവർത്തനം ആരംഭിച്ച് അനേക ആത്മാക്കളെ കണ്ട് സന്തോഷിപ്പാൻ തക്കണം ഇടയായത് ആ സമയങ്ങളൊക്കെ ഓർക്കുന്നു. അന്ന് തങ്ങളുടെ ക്ഷണപ്രകാരം ആ സ്ഥലത്ത് കടന്നുപോയി അനേക ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കണം ലഭിച്ച നല്ല സമയങ്ങളിൽ നല്ല സവാസത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങൾ ഈ പ്രാവശ്യം ഇവിടെ സാൻ ആൻ്റോണിയയിലാണ് കടന്നു വന്ന. മോളും കുടുംബമായിട്ട് അവിടെ ഉണ്ട്. കഴിഞ്ഞ പല പ്രാവശ്യം കടന്നു വരുമ്പോഴൊക്കെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ കടന്നു പോവുകയും ശുശ്രൂഷയ്ക്കൊക്കെ ചെയ്യുക പതിവാണ്. എന്നാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ പ്രാവശ്യം വന്ന അങ്ങനൊരു പ്രോഗ്രാമിൻ്റെ ക്രമീകരണത്തിന് വേണ്ടി ഞങ്ങൾ പലയിടത്തും പോയില്ല. എങ്കിലും ഞങ്ങളെ സ്നേഹിച്ച് മാനിച്ച് ഞങ്ങളെ ഈ സഭയിലേക്ക് ക്ഷണിച്ച ദൈവദാസനും കുടുംബത്തിനും ഞങ്ങളുടെ സ്നേഹ വന്ദനവും നന്ദിയും അറിയിക്കുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് ഇന്നിവിടെ കടന്നു വന്നിട്ടുണ്ട്. മോള് ഏഞ്ചൽ, ഹസ്ബൻഡ് മോന് ജോബിൻസ്. ഞങ്ങൾക്ക് ദൈവം ദാനമായി നൽകിയ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വല്യപ്പനും വല്യമ്മയച്ചിയും ആക്കിയ ഞങ്ങളുടെ പിഞ്ച് കുഞ്ഞുണ്ട്, 1.5 വയസ്സുണ്ട്, മിഖയില. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ കടന്നു വരുവാനിടയായി. ഒത്തിരി സന്തോഷമുണ്ട്. ഈ ചർച്ചിലെ അസോസിയേറ്റഡ് പാസ്റ്റർ ആൻസ്ലി, ഞാൻ ഈ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊച്ചു ആയമ്പളയാണ് ഓർക്കത്തുള്ളൂ. പിന്നെ എനിക്ക് കൊറോണ എന്തെങ്കിലും മാരകമായ രോഗമൊക്കെ ഉണ്ടായി. ഓർമ്മ പോയെന്ന് ഞാൻ പറയത്തില്ല, എന്നാലും ചിലതൊക്കെ അങ്ങ് മറന്നു പോകും. ചിലപ്പം 2-3 പ്രാവശ്യം പറഞ്ഞാലേ പിന്നെ ആ പേര് ഓർക്കത്തുള്ളൂ. അതിൽ സദയം ക്ഷമിക്കുക. കർത്താവിൻ്റെ ദാസനെയും കാണുവാനും ഒക്കെ ഇടയായി. ഇവിടെ അനേക പരിചയമുള്ള മുഖങ്ങളുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. നല്ല യൂത്തുണ്ട്. നല്ല സൗണ്ട് സിസ്റ്റം നന്നായി വർക്ക് ചെയ്യുന്നവരുണ്ട്. എല്ലാവരെയും വന്ദനം ചെല്ലുന്നു. ദൈവം സഹായിക്കട്ടെ. വളരെ വിലപ്പെട്ട ദൈവമക്കളാണ് ഇവിടെ കടന്നു വന്നേക്കുന്നത്. ഞാൻ ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ദൈവം അയച്ചിട്ട് കടന്നു വന്നവർ വന്നിട്ടുണ്ട് ഇന്ന് പകൽക്കാലം. ശേഷാൽ പാസ്റ്റർ സാമുൽ ജോൺ പാസ്റ്ററേയും പ്രിയ സുജാൻ്റെ ഓർത്ത് കർത്താവിൻ്റെ മഹത്വം കരയേറ്റുന്നു. അദ്ദേഹമായിട്ടും കഴിഞ്ഞ ദീർഘവർഷങ്ങളിലുള്ള സ്നേഹവും ബന്ധമുണ്ട്. ന്യൂയോർക്കിലായിരിക്കുമ്പോൾ താൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭയിൽ പോയി ശുശ്രൂഷിപ്പാനൊക്കെ ഞങ്ങൾക്ക് അവസരം ദൈവം നൽകിയിട്ടുണ്ട്. ആ നല്ല സമയങ്ങളെ ഓർക്കുന്നു. വിശേഷാൽ കഴിഞ്ഞ ഞായറാഴ്ച സാൻ ആൻ്റോണിയയിലുള്ള ചർച്ചിൽ SIPC ദൈവസഭയിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവടിയാക്കി. കർത്താവിൻ്റെ ദാസനെ വലിയ മാരകമായ രോഗത്തിൽ താൻ തന്നെ പറഞ്ഞോളൂ, ഞാൻ സാക്ഷ്യം പറയുന്നില്ല. മാരകമായ രോഗത്തിൽ കൂടെയൊക്കെ കടത്തി വിട്ടതും കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ സത്യത്തിൽ അവിടെ നിന്ന് കരഞ്ഞുപോയി. കാരണം ഞാനും അതേ കണ്ടീഷനിൽ കൂടെ കടന്നുപോയ ആളാണ്. കൊറോണ എന്ന മാരക രോഗത്താൽ ലോകത്തുനിന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ JCBക്കൊക്കെ കുഴിയെടുത്ത് നമ്മളെ കൂടെ അതിനകത്ത് കുഴിച്ച് മൂടേണ്ടിയ സന്ദർഭമായിരുന്നു. അതിലും ദൈവം അനേകരുടെ പ്രാർത്ഥന കേട്ട് ജീവനുള്ള ദേശത്ത് വീണ്ടും എന്നെ ശേഷിപ്പിച്ചു ഞങ്ങളെ. അപ്പം ദിവാസനെ ദൈവം വിടുവിച്ച ആ വഴികൾ എനിക്കത് പറഞ്ഞ് അതുപോലെ മനസ്സിലാക്കാൻ പറ്റും. താൻ പറഞ്ഞ സാക്ഷ്യങ്ങൾ ആ ഘട്ടത്തിൽ കൂടെ ഞാൻ കടന്നു പോയതാണ്. എൻ്റെ തൊണ്ടയ്ക്ക് ഒരു ശ്വാസം, ഒരു ശബ്ദം മാത്രമേ ഉള്ളായിരുന്നു, സൗണ്ട് ഇല്ലായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടതാണ്. ദൈവം രക്ഷിച്ചു. മരുന്നോ ഡോക്ടറുടെ മിടുക്കുകൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ വലിയ കരുതനാൽ ദൈവം രക്ഷിച്ചു.
ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ കർത്താവിൻ്റെ മാത്രമുള്ള ശുശ്രൂഷയിൽ വിശേഷമായി വെണ്ണിക്കുളം സയോൺ സിംഗേഴ്സ് എന്നുള്ള പേരിൽ 47 വർഷമായി ശുശ്രൂഷയിലായിരിക്കുക. ദൈവദാസൻ ഞങ്ങളെപ്പറ്റി ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത്രയൊന്നും വലിയ കാര്യം പറയാനൊന്നും ഇല്ല. ദൈവം നടത്തുന്നതും ദൈവം നിർത്തതും മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു നല്ല സ്റ്റൈലിൽ പറയാറുണ്ട്. 18 വീലറൊക്കെ ഇങ്ങനെ ഹൈവേ കൂടെ പോകുമ്പോൾ സൈഡിൽ കൂടെ കൊച്ചൊരു ആക്റ്റീവായാലും ഞങ്ങളിങ്ങനെ പോവുകയാണ്. 47 വർഷമായി. വലിയ കുഴപ്പം, വലിയ സ്പീഡ് എടുക്കാതെ ഒരു മിനിമം സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൃപയാൽ ഞങ്ങൾക്കായിക്കൊണ്ട് പെർഫോമൻസ് ചെയ്യുവാനില്ല, സംഗീതം പെർഫോമൻസ് ചെയ്യാറില്ല, ഒപ്പിച്ച് പാടാറില്ല. ദൈവം തന്ന താലന്ത് ദൈവനാമത്തിന് വേണ്ടി ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. ഞാനിവിടെ പറഞ്ഞില്ല, ഞങ്ങൾ സാധാരണ ഇങ്ങനെ ജനത്തെ കൈ ഉയർത്തി അല്ലെങ്കിൽ നെഞ്ചത്ത് കൈ വെച്ച് ഒന്ന് പാടാമെന്നും ചോദിച്ചൊന്നും പാടിപ്പിക്കാറുമില്ല. ആ വർഷിപ്പ് സ്റ്റൈൽ നമുക്കില്ല, അറിയത്തില്ല. ഞങ്ങൾക്ക് ആദ്യത്തെ പണ്ടത്തെ ആ ശൈലി, ഇപ്പോഴത്തെ ആ ട്രെൻഡ് നമുക്ക് അറിയത്തില്ല. ഒരിക്കൽ കൂടെ എന്ന് പറയാൻ അറിയത്തില്ല. കാരണം അവരവർക്ക് പ്രാപിച്ച ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് വെച്ചേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തില്ല. ഈ കടന്നു വന്നിരിക്കുന്ന 70 പേർക്ക് 80 പേർക്ക് ഉണ്ടെങ്കിൽ അത് 60 പേർക്ക് പല വിഷയങ്ങളാണ്. അത് ഏതെല്ലാം രീതിയിൽ ദൈവം വിടുവിച്ചെന്നുള്ള കാര്യം അവരവർക്കേ അറിയത്തുള്ളൂ. അപ്പം നമ്മളിങ്ങനെ പുഷപ്പ് ചെയ്താൽ മറ്റാൾക്കാരെ കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ കൈ ഒക്കിന്നിരിക്കും. പക്ഷേ ഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥതയോടെ ദൈവത്തെ ഒന്ന് ആരാധിച്ചാൽ, ഒരു സ്തോത്രം കരയറ്റിയാൽ മാത്രമേ അത് അനുഗ്രഹമാകത്തുള്ളൂ. അതാണ് ഞങ്ങൾക്കിഷ്ടം. വേണ്ടി അച്ഛൻ ഇവിടുന്ന് തുള്ളി ചാടുന്ന കണ്ടപ്പോൾ ചിലപ്പോൾ താളമൊക്കെ പോയി കാണും. പക്ഷേ ഹൃദയം ദൈവം കാണുന്നുണ്ട്. എനിക്ക് ഒരു പരിചയമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആരാധന നൃത്തം കണ്ടപ്പോഴേ താളം നോക്കുമ്പോൾ താളം പോയി കാണും. സാരമില്ല, ദൈവം അത് ശ്രദ്ധിക്കുന്നത്. ദൈവത്തെ വന്നതിൽ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ ഏത് ചിന്തയിലാണ് ദൈവത്തെ ആരാധിക്കുന്നുള്ളതാണ് വിഷയം. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു കാര്യങ്ങൾ. ഞാൻ ഈ പഴയ എൻ്റെ ഫാദർ ഒരു പാസ്റ്ററായിരുന്നു. അനേക പാഴ്സനേജുകളിലാണ് ഞാൻ വളർന്നത്. ദൈവമക്കൾ തരുന്ന പൊടിയരിയും പിടിയരിയും പുഴുവരിയും മുട്ടയും ഒക്കെ ഭക്ഷിച്ചാണ് ആദ്യകാലങ്ങൾ. ഇന്ന് KFC ഒക്കെയാണ് അന്നത്തെ കാര്യം പറഞ്ഞത്. അങ്ങനെ ഞാനും വളർന്നത്. അതിൻ്റെ ആരോഗ്യം ദൈവം എനിക്ക് തന്നിട്ടുമുണ്ട്. പഴയ കാലത്തെ സമൃദ്ധിയുടെ കാലമല്ല, ഇല്ലായ്മയുടെ കാലം, പട്ടിണിയുടെ കാലം, അങ്ങനെ പാഴ്സനേജ് വളർന്നതാണ്. അപ്പം അന്നത്തെ ഒരു രീതി എൻ്റെ മനസ്സിരിക്കുന്നു. ആരാധനയും പെന്തക്കോസും ഒക്കെ അതായിരിക്കും മനസ്സിരിക്കുന്നു. അല്ലേ പിന്നെ അന്നത്തെ കാണരുതാഞ്ഞ്, അന്നത്തെ കണ്ട് പോയി. അതുകൊണ്ട് ഇപ്പോഴത്തെ പല കാര്യത്തോടും നമുക്ക് അത്ര അനുകൂലിക്കപ്പെടാൻ പറ്റുന്നില്ല. എനിവേ, ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. ഒറ്റ കാര്യം പറഞ്ഞു, ഒരു ദിവസം പണ്ട് പറഞ്ഞ വാക്ക് ഓർക്കുന്നത്, മാനസാന്തരപ്പെട്ടവർ മാനസാന്തരപ്പെടാത്തതുകൊണ്ടാണ് മാനസാന്തരപ്പെടാനുള്ളവർ മാനസാന്തരപ്പെടാത്തത്. എല്ലാം മനസ്സിലായോ? ഇല്ല. നമ്മൾ ഇപ്പം എനിക്ക് ഇന്നലെ ഫേസ്ബുക്ക് തുറന്നിട്ട് കാണാൻ പോലും വയ്യ. നാട്ടിൽ ഓഗസ്റ്റ് 15 പരസ്യത്തിൻ്റെ ആരോട് പറഞ്ഞിട്ട് കുമ്പനാട്ടുകാരൻ്റെ ഇലക്ഷൻ്റെ പ്രചരണം പോലായിരുന്നു, ഈ കലാശക്കൊട്ട് പോലായിരുന്നു പരസ്യവും. ഒരു ടീം പോകുമ്പോൾ അടുത്ത ടീം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചിന്തിച്ച് നോക്കി, ഇത് ദൈവനാമകത്തപ്പെടാനാണോ ആത്മക്കൾ വിടുവിക്കപ്പെടാനാണോ? ഞാൻ കുമ്പനാട്ടുകാരെ കുറ്റം പറഞ്ഞതല്ല, നമ്മൾ സ്വയം ശോധന ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ മറ്റാൾക്കാരെ കാണിക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ട് വരാൻ വേണ്ടി അല്ലയോ നമ്മൾ വേല ചെയ്യുന്നത്? ഈ കാലത്തിനെയും ഞാൻ ആദ്യം പറഞ്ഞത്, മാനസാന്തരപ്പെട്ടെന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും മാനസാന്തരപ്പെടാനുള്ളവർ മാനസാന്തരപ്പെടും. ഇന്ന് പലരും 4-5 മണിക്കൂർ പ്രസംഗിക്കാനുണ്ട്, ജീവിതമില്ല. നമുക്ക് ആദ്യം വേണ്ടത് ജീവിതമാണ്. ജീവിതം തന്നെ നമ്മുടെ ഒരു തുറന്ന പത്രമാണ്. നാം ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ്. നമ്മളെ ലോകം വായിച്ചുകൊണ്ടിരിക്കുക, ലോകം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ജോലി മേഖലകളിൽ, നമ്മുടെ മറ്റ് സാമൂഹികമായിട്ട് ഇടപെടുന്ന മേഖലകളിലൊക്കെ ജനം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മളെ കാണുമ്പോൾ നമുക്കുള്ള വ്യത്യസ്തത അവർ മനസ്സിലാക്കണം. അപ്പോൾ ഒരു കർത്താവിനെ അറിയും, ഒരു ദൈവത്തിലാണല്ലോ എന്നുള്ള അതാണ് സാക്ഷ്യം. 5 മണിക്കൂർ പ്രസംഗിക്കുന്നതിനെക്കാട്ട് എഫക്റ്റാണ് നമ്മുടെ ജീവിതം. നല്ലൊരു സഹായം, നല്ലൊരു വാക്ക്, നല്ലൊരു പ്രവൃത്തി, അതാണ് ഇന്നില്ലാത്തത്. അതുകൊണ്ട് മാനസാന്തരപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന നമ്മൾ മാനസാന്തരപ്പെടണം. എങ്കിൽ മാനസാന്തരപ്പെടാനുള്ളവർ മാനസാന്തരപ്പെടും. നമ്മൾ ഈ മുടിയനായ പുത്രൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്ന ആ സംഭവം ഉണ്ടല്ലോ. അപ്പനോട് നല്ല ബന്ധമുള്ള വ്യക്തിയായിരുന്നു പുള്ളിക്കാരൻ. പക്ഷേ ഭവനത്തിലെ ജീവിതം തൃപ്തിയല്ലാത്ത ഒരവസ്ഥ വന്നപ്പോൾ താൻ എന്ത് ചെയ്തു? അപ്പനോട് ഒരു സുപ്രഭാതത്തിൽ പറയും, എനിക്ക് തരാനുള്ള തന്നേക്കാം, ഞാനങ്ങ് പോയേക്കാം. അപ്പോൾ തൃപ്തിയുള്ള ജീവിതം നമുക്ക് വേണം. പലപ്പോഴും നമുക്ക് ഇല്ലാത്തൊരു കാര്യം തൃപ്തി. വസ്ത്രത്തിനാണേലും ഭക്ഷണത്തിനാണേലും താമസത്തിനാണേലും വണ്ടിക്കാണേലും ഇത് മത്സരമല്ലേ നമ്മുടെ എല്ലാം ഞാൻ ഉൾപ്പെടെ ശോധന ചെയ്യാനേ പറയുന്നത്. ശോധന ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു ഒന്നിട്ട് ചിന്ത, ഞാൻ പ്രസംഗിക്കാൻ നിന്നല്ല, പ്രസംഗിക്കാനോട് അനുഗ്രഹിക്കപ്പെട്ട ദേവസ്വന്മാരൊക്കെ ഉണ്ട്. ഞാൻ ഒന്നിൻ്റെ ചിന്തകൾ, എന്നെ ഈ നാളുകളിലൊക്കെ അലട്ടുന്ന ഒന്നിൻ്റെ ചിന്തകൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ചിന്തകൾ
ഞാനുൾപ്പെടെ പറയാം, നമുക്ക് തൃപ്തി. നമ്മൾ പ്ലാൻ ചെയ്യുക ഓരോ കാര്യങ്ങൾ, ഇന്ന നാട്ടിൽ പോകുമ്പോൾ ഇന്ന പോലെ ചെയ്യണം, ഇന്ന പോലെ ചെയ്യണം, തൃപ്തിയില്ല. അപ്പോൾ ഇതുണ്ടെങ്കിൽ, അപ്പോൾ ഈ സഹോദരനെ പറ്റി പറഞ്ഞാൽ തൻ്റെ പിതാവിനോടുള്ള ബന്ധത്തിൽ തനിക്ക് തൃപ്തിയില്ലാത്തതുകൊണ്ടാണ് താൻ അവിടുന്ന് വീട് വിട്ട് പോയി. നല്ലൊരു പിതാവായതുകൊണ്ട് എല്ലാം കൊടുത്ത് തന്നെ വിട്ടു. അവസാന കൂട്ടുകെട്ടിലെല്ലാം നമുക്കറിയാവുന്നൊരു സംഭവമാണ്. എല്ലാം പരാജയപ്പെട്ട് നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ആശ്രയം എന്തായിരുന്നു? ദേശത്തിലെ പൗരനെ കണ്ട് അവിടെ ജോലി സമ്പാദിക്കുന്നു. ഒക്കെ നമുക്കറിയാവുന്ന കാര്യം, വിശദീകരണത്തിലേക്ക് വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല. പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ജോലി കൊടുത്തപ്പോൾ അവിടെ നല്ല റൂമും ബെഡും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അവിടെ കിടന്നേനെ. പന്നിയെ തീറ്റിയാലും വേണ്ടില്ല, അവിടെ കിടന്നേനെ. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, നമ്മൾ പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ കിടന്നങ്ങ് ഉരുളാൻ നോക്കുക. എങ്ങനെ കരകയറാൻ പോംവഴി പ്രവാചകനെ കാണുക, എവിടെ എളുപ്പവഴി എവിടെയാണെന്നുള്ള ചിന്തയല്ല നമ്മൾ പലപ്പോഴും പോകുന്നത്. ഈ മകൻ പിന്നെ ഇതെല്ലാം അവിടെയും ബുദ്ധിമുട്ട് വന്നപ്പോഴാണ്, ആ പന്നിക്ക് കൊടുക്കുന്ന ആഹാരം പോലും കിട്ടാതെ വന്നപ്പോഴാണ് താൻ അപ്പൻ്റെ ഭവനത്തെപ്പറ്റി ഓർത്തത്. ഈ ഒരു പ്രവൃത്തിയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ചില പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ അവിടെ കിടന്ന് തന്നെത്താനെ ക്രമീകരണം വരുത്താൻ നോക്കാതെ നമ്മുടെ അപ്പൻ്റെ ഭവനത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. എൻ്റെ വേലക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കണമെന്നുള്ള, അങ്ങനെ ഞാൻ പറയുമെന്നും പറഞ്ഞ് കടന്നു പോകുന്ന ആ മാനസാന്തരം, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആ ഒരു മാനസാന്തരം നമുക്കുണ്ടാകണം. ദൈവമക്കളെ, നമുക്ക് ഈ ദൈവസഭയിൽ ഇപ്പോൾ 1000കണക്കിന് അല്ലെങ്കിൽ 500 പേരോ 2000 പേരോ അല്ലെങ്കിൽ 200 പേരില്ലെങ്കിലും ഉള്ളവർ ഐക്യതയോടെ, ആത്മാർത്ഥതയോടെ, സ്നേഹത്തോടെ നിൽക്കുന്നെങ്കിൽ അതാ ഏറ്റവും ബെസ്റ്റ്. ഐക്യതയില്ലാതെ, സ്നേഹമില്ലാതെ 1000 പേരുണ്ടെന്ന് പറഞ്ഞതിൽ അർത്ഥമൊന്നുമില്ല. ഐക്യതയോടെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷയിക്കാനും കൊടുത്ത സ്നേഹത്തോടെ. നേരത്തെ ഞങ്ങളുടെ സ്ഥലത്ത് വെണ്ണിക്കുളത്ത് നാട്ടിൽ ഞങ്ങളാൽ ആരംഭിച്ച ഒരു ചെറിയ ചർച്ചുണ്ട്. 50 പേരെയൊക്കെ ഇപ്പോഴും ഉള്ളൂ. ഞങ്ങൾ എല്ലാവരും വലിച്ചു വാരി എടുത്ത് ചർച്ചിലെടുക്കാറില്ല. അങ്ങനെ വന്നാൽ ചർച്ചിൽ അവിടെ വന്നാൽ സെക്രട്ടറിയാണ്, പ്രസിഡൻ്റാണ്, കമ്മിറ്റിയാണ്, ഇതിനു വേണ്ടി വരുന്നവരാണ്. അപ്പം ദൈവത്തെ ആരാധിക്കാൻ വരുന്നവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവർ വന്നാൽ തമ്മിൽ ആരാനെ കഴിയാതെ വിഷയിക്കാനൊക്കെ കൊടുത്ത് എന്തുകൊണ്ട് ചായ മാമ എന്നൊക്കെ ചോദിച്ച് ലോഹയൊക്കെ പറഞ്ഞ് അതാ വേണ്ടത്. ആദ്യകാലത്തെ സ്നേഹവും കൂട്ടായ്മയും അതായിരുന്നു. അത് വേണം. അതിവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അത് സ്ഥാപിക്കണം. ആരാന് കഴിഞ്ഞ് പോകുമ്പോൾ തമ്മിൽ ഷെയ്ക്കാൻ്റെയൊക്കെ കൊടുത്തു പോകണം. എന്തുകൊണ്ട് അച്ചായ, എന്തുകൊണ്ട് ബ്രദറെ, എന്തുകൊണ്ട് സിസ്റ്ററിന് ചോദിച്ചിട്ട് പോകണം. അത് തന്നെ കൈത്താങ്ങല. അപ്പോഴാണ് ഒരു എന്നാ ക്ഷീണം കാണുന്നത്, പ്രയാസം കാണുന്നത്. ചിലപ്പോൾ ഒന്നും വിഷമിക്കണ്ട, ദൈവം കൂടുണ്ട്. എന്ത് പറയുമ്പോണ്ടല്ലോ, ചിലപ്പോൾ ഇവിടെ കേൾക്കുന്ന പ്രസംഗത്തെയും കാട്ടി ഒരു ആശ്വാസമായിരിക്കും. അത് ചെയ്യണം. അത് സുവിശേഷ വേലയാണ്. അല്ലെങ്കിൽ പ്രസംഗിക്കുന്നതും പാടുന്നതും ആരാധിക്കുന്നതും മാത്രമല്ല കർത്താവിൻ്റെ വേല. അവർ സൗണ്ട് സിസ്റ്റം കുഞ്ഞുങ്ങൾ വർക്ക് ചെയ്യുന്നു, ലാപ്ടോപ്പ് ചെയ്യുന്നു. ഇതെല്ലാം കർത്താവിൻ്റെ വേലയാണ്. കർത്താവിൻ്റെ വേണം ഈ വിശുദ്ധ ദിവസം അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കുക. അവർ നമ്മൾ ചെയ്യുന്ന ഒരു കസേര പറക്കിയിട്ടാലും കർത്താവിൻ്റെ വേലയാണ്. അപ്പം നമ്മൾ ഒരാളെ ആശ്വസിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആശ്വസിപ്പിക്കുക. ഒരു കൈ കൊടുത്താൽ ആ കൈക്കകത്ത് വിരലിൻ്റെ അറ്റമല്ല, കൈ തിരികെ കൊടുത്താൽ അതും ഒരു ആത്മാർത്ഥതയിലുണ്ടെങ്കിലുണ്ടല്ലോ, അത് മതി ഒരു ആശ്വാസം. നമ്മുടെ കൂട്ടു സഹോദരനോ അത് ചെയ്യണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു പോയ സമയം പോവും. എൻ്റെ പ്രിയ സഹധർമ്മിണി, തനിക്ക് ദൈവം നടത്തിയ ഒത്തിരി വഴികളെപ്പറ്റി സാക്ഷികൾ പ്രസ്താവിക്കാനുണ്ട്. അത് ഞാനിപ്പോൾ നീട്ടിയെടുത്താൽ അവിടെ പിന്നെ സ്പീഡ് കൂടും. ഇപ്പം തന്നെ സ്പീഡ് കൂടും, എനിക്കറിയാം. അതുകൊണ്ട് ഒരു 11 മണിക്കകം ഞങ്ങളുടെ ഭാഗം തീരുകയും വേണം. അതുകൊണ്ട് പ്രിയ സഹോദരിക്ക് മൈക്ക് കൈമാറുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ അവസരം നൽകിയ ദൈവദാസനും ദൈവസഭയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയിൽ കടന്നു വരുവാൻ, കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നൽകി തന്ന വലിയ ഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രൈസ്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ദൈവസഭയിൽ ഞങ്ങൾ കടന്നു വന്നത്. ഹല്ലേലൂയ. ഒത്തിരി സന്തോഷം തോന്നുന്നു. കുറച്ച് പേരെ, കുറച്ചല്ല, നല്ലൊരു കൂട്ടമുണ്ട് ഇവിടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇതിനെ വളർത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞ പോലെ എൻ്റെ സാക്ഷ്യം തുടങ്ങിയാൽ നിർത്താൻ പറ്റത്തില്ല. കൊച്ചളമാമയ്ക്ക് അറിയാം. ഈ ദൈവസഭയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച പ്രിയ പാസ്റ്റർക്ക്, അമ്മമ്മയ്ക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അമ്മമ്മയോട് പറഞ്ഞു, കഴിഞ്ഞ 34 വർഷമായി എൻ്റെ പ്രിയപ്പെട്ടവനോട് ചേർന്ന് കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. അദ്ദേഹം 47 വർഷമായി ഈ മിനിസ്റ്റർ തുടങ്ങിയിട്ട്. പക്ഷെ ഇടയ്ക്ക് ഞാൻ വന്നു കയറി. 34 വർഷമായി അദ്ദേഹത്തോട് ചേർന്ന് ചെറുതും വലുതുമായ എല്ലാ
മീറ്റിങ്ങുകൾക്ക്, കല്യാണത്തിന്, പരസ്യയോഗങ്ങൾക്ക് ഒക്കെ ഇന്ന് പാടാൻ ദൈവം കൃപ തരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെങ്കിൽ അന്ന് കണ്ട പല മുഖങ്ങളും പലതും മറന്നു പോയിട്ടുണ്ട്. പക്ഷേ ജെയിംസ് പൊന്നോലി പാസ്റ്ററേയും കൊച്ചോളമാമയും മറക്കാൻ പറ്റത്തില്ല. എന്താണ് ഒരു പ്രത്യേക സ്നേഹമാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ഏഞ്ചൽ മോൾ ഇവിടെ ഇരിപ്പുണ്ട്. അവളെ 6 മാസം പ്രായമുള്ളപ്പോൾ ഞാൻ പ്രോഗ്രാമിന് കൊണ്ടു ചെല്ലുമ്പം എടുക്കുന്നത് ഈ കൊച്ചോളമാമയായിരുന്നു. ഞാൻ പാടാൻ കയറുമ്പം കൊച്ചോളമാമയാണ് എടുത്തുകൊണ്ട് എന്നെ സഹായിക്കുന്നത്. ഏഞ്ചൽ മോളെ ഇപ്പോൾ അവൾക്ക് മിഖേല കുട്ടിയുണ്ടായി. അങ്ങനെ ഇരിക്കുന്നു. ഒത്തിരി സന്തോഷം പാസ്റ്ററെ. അതുപോലെ ഈ ദൈവസഭ സാമുവൽ ജോൺ പാസ്റ്ററെ, അമ്മാമ്മയെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പലപ്പോഴും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ വിടുതലുകൾ, അവരുടെ രോഗസൗഖ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴും ഞങ്ങൾക്കത് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെയുള്ള എല്ലാ ദൈവമക്കൾക്കായും സ്തോത്രം. പരിചയമുള്ള മുഖങ്ങളുണ്ട്. ആരാ എന്താണെന്നൊന്നും എടുത്ത് പറയാൻ പറ്റുന്നില്ല, എപ്പോഴും കാണുന്നില്ലല്ലോ. എല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. സാംജി നമ്മുടെ അച്ചാച്ചൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ് ഫ്ലോറിഡയിലുള്ള സാംജി ചായൻ. ഇവർ രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചതാണ്. സാംജി ചായൻ്റെ മോളാണ് ജെയിംസ് പൊന്നോലി പാസ്റ്ററുടെ മകൻ വിവാഹം കഴിച്ചേക്കുന്നത്. മോനെയും കുടുംബത്തെയൊക്കെ ഓർത്ത് കർത്താവിന് മഹത്വം കരയേറ്റുന്നു. പറഞ്ഞു പോയാൽ ഒത്തിരി സമയം പോകും. ഞാനിങ്ങനെയൊന്നും പാടുന്ന ആളായിരുന്നില്ല കേട്ടോ. എനിക്ക് പാടാനുള്ള കഴിവൊന്നുമില്ലായിരുന്നു. ഞാൻ കോളേജിൽ പാടിയിട്ടില്ല. വലിയ പാട്ടുകാരിയാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല. അല്പമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെൻ്റെ കർത്താവ് എനിക്ക് തന്ന ഒരു ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ സഹായിച്ച, എന്നെ നടത്തിയ അനേക അനുഭവങ്ങൾ. ഞാൻ ചിലപ്പോൾ ഒക്കെ ചോദിക്കും, ദൈവമേ എന്തിനാ ഇത്രയും അനുഭവങ്ങൾ തന്നിങ്ങനെ നിർത്തിയേക്കുന്നതെന്ന്. അത് തരണം ചെയ്യാൻ ഇച്ചിരി പ്രയാസം കേട്ടോ. ആ കഷ്ടതയും തരണം ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ തരണം ചെയ്ത് കഴിയുമ്പോൾ ആർപ്പോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ 16-ാമത്തെ വയസ്സിലാണ് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം ഭാഗ്യമൊരുക്കി തന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ ജീവിത പടകിൽ ആഞ്ഞടിച്ചു. എന്നാൽ ഒറ്റ അനുഭവം മാത്രം നിങ്ങളോട് ഞാൻ പറയാം. ഒരു നിത്യതയുണ്ടെന്ന് എൻ്റെ കർത്താവിനെ കാണിച്ചു തന്നു. ഒരുപക്ഷെ യൂട്യൂബിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, കേട്ടവരിവിടെ ഉണ്ടായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരു നിത്യതയുണ്ട് അവിടെ. എപ്പോഴും ആരാധനയാണ്. ഒരു ചെറിയ പോർഷൻ, നിത്യതയുടെ ഒരു ചെറിയ പോർഷൻ കർത്താവിനെ കാണിച്ചു തന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. വിശ്വാസത്തിൽ വന്ന് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അപ്പൻഡിക്സിൻ്റെ ഒരു ഓപ്പറേഷനിൽ കൂടി കടന്നു പോകാനിടയായി തീർന്നു. അതിൻ്റെ വിശദീകരണത്തിലോട്ട് പോകുന്നില്ല. ചർച്ചിൻ്റെ സമയത്തെ ഞാൻ മാനിക്കണം. ദൈവദാസൻ തന്നിരിക്കുന്ന ഒരു ടൈമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഓപ്പറേഷനിൽ കൂടെ കടന്നുപോയി. ഈ ഓപ്പറേഷൻ സക്സസ് ആയി നടന്നു. എന്നാൽ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ 3-ാമത്തെ ദിവസം ഉച്ചയ്ക്ക് 2:30 ആയപ്പോൾ ഒരു സിസ്റ്റർ വന്ന് എനിക്കൊരു ഇഞ്ചക്ഷൻ എടുത്തു. ഈ ഇഞ്ചക്ഷൻ എടുത്ത് സിസ്റ്റർ പോയി. അതുവരെ ചർച്ചിലെ എല്ലാവരും ഉണ്ടായിരുന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. പുതിയ വിശ്വാസികളാണ്. ദൈവദാസന്മാരുടെ സപ്പോർട്ട്. എൻ്റെ വീട് ഇരവിപേരൂറാണ്. ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് ഏക മകളാണ്. 3 ആങ്ങളമാരുണ്ട് എനിക്ക്. പ്രൈസ് ദി ലോർഡ്. ഇരവിപേരൂർ ചർച്ച് ഓഫ് ഗോഡിലെ മെമ്പറാണ് ഞാൻ. അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ സ്തോത്രം. 20 പേരും ചർച്ചകളുടെ മെമ്പറാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന എം വി ചാക്കോ സാറിൻ്റെ കുടുംബം അടക്കം, നിത്യതയിൽ വിശ്രമിക്കുന്ന NG സാംകുട്ടി പാസ്റ്ററിൻ്റെ കുടുംബം അടക്കം എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളോട് ചേർന്ന് നിന്നൊരു സമയമായിരുന്നു. അന്നത്തെ ആ ദൈവിക സന്തോഷം, അന്നത്തെ ആ കരുതൽ, അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു ജീവിതത്തിൽ. ദൈവദാസന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ പാമടക്കാതെ ഇരുന്ന് പ്രാർത്ഥിച്ച ദിവസങ്ങളുണ്ട് പാസ്റ്ററെ. ഒരു മൂലയ്ക്കിരുന്ന് കരഞ്ഞോണ്ട് പ്രാർത്ഥിച്ച ദിവസങ്ങളുണ്ടായിരുന്നു. വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്ന ആ ഞങ്ങളുടെ കുടുംബത്തെ നിലനിർത്താൻ വേണ്ടി പ്രതിസന്ധികൾ അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. പറയട്ടെ, ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ പിതാവ് മാത്രം എൻ്റെ അടുത്തിരുന്ന് എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ എന്നുള്ള പാട്ടൊക്കെ പാടി എൻ്റെ പപ്പ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സിസ്റ്റർ വന്നൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് കടന്നുപോയത്. ഈ സിസ്റ്റർ ഇഞ്ചക്ഷൻ എടുത്ത് കടന്നുപോയി 1/2 മണിക്കൂർ കഴിഞ്ഞപ്പം എൻ്റെ കാല് ഭയങ്കരമായിട്ട് തണുക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ കാല് തണുത്തപ്പോൾ എൻ്റെ പപ്പയോട് ഞാൻ പറഞ്ഞു, പപ്പ എൻ്റെ കാല് വല്ലാതെ തണുക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പപ്പ എൻ്റെ കാലിൽ പിടിച്ച് നോക്കി. പിന്നീടാണ് എന്നോട് പറഞ്ഞത്, മരിച്ച വ്യക്തിയുടെ കാലെങ്ങനെയാണോ അതുപോലെ എൻ്റെ കാലായി തണുത്ത്. അത് ആ തണുപ്പ് എൻ്റെ ശരീരത്തിലേക്ക് വ്യാപരിക്കുന്നത് ഞാൻ അറിഞ്ഞു. എൻ്റെ കാലുകൾ നിശ്ചലമായി, എൻ്റെ ശരീരം നിശ്ചലമായി, എൻ്റെ കൈ നിശ്ചലമായി. ഇപ്പം പറഞ്ഞപ്പോൾ ഈസിയാ. ആ തണുപ്പിൻ്റെ ആ കരം കയറി വരുമ്പോൾ കരയുക, പപ്പ പപ്പാന്ന് വിളിച്ച് കരയുക. ഓർക്കണം, 16 വയസ്സേ 16 വയസ്സേ ഉള്ളൂ.
കരയുമ്പം എൻ്റെ പപ്പ ഓടി ഡോക്ടർമാരുടെ റൂമിൽ ചെന്നു. ഡോക്ടർമാരുടെ റൂമിൽ ചെന്നിട്ട് ഒരു ഡോക്ടറും 2 നഴ്സസും കൂടെ കടന്നു വന്ന് നോക്കിയിട്ട് എൻ്റെ പപ്പയോട് പറയുക, സോറി സാറേ, എത്രയും പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ പപ്പ ചോദിച്ചു, എന്താ കാര്യം? 3 ദിവസമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ ഡോക്ടർ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ എൻ്റെ പിതാവ് ഓടി വീണ്ടും ഡോക്ടേഴ്സിൻ്റെ റൂമിൽ ചെല്ലും, വീണ്ടും എൻ്റെ അടുത്ത് വരും, എന്നെ ഒരു ബ്ലാങ്കറ്റ് എടുത്ത് മൂടിയിട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഈ തണുപ്പ് വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തെ അങ്ങ് നിശ്ചലമാക്കുമ്പോൾ അത് വല്ലാത്തൊരു അനുഭവം, അത് അനുഭവിച്ചെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. അവസാനം എൻ്റെ തൊണ്ടയുടെ ഈ ഭാഗത്ത് തണുപ്പ് വന്ന് എൻ്റെ നാക്ക് താഴോട്ട് താണുപോയി. പിന്നെ എൻ്റെ ദൃഷ്ടി മറഞ്ഞു. പിന്നെ ആ റൂമിൽ നടന്നതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ഞാൻ കാണുന്നത് വെള്ളവസ്ത്രധാരിയായ ഒരു മാലാഖ. ഇന്ന് നമ്മൾ കാണുന്ന വെള്ളയൊന്നുമല്ല കേട്ടോ, കണ്ണഞ്ചിപ്പിക്കുന്നതായ ഒരു വസ്ത്രം ധരിച്ച് ഒരു മാലാഖ എൻ്റെ കിടക്കയുടെ അടുത്ത് വന്ന് നിൽക്കുന്നു. എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ആത്മാവിനെ ആ മാലാഖയുടെ അടുത്തേക്ക് നിർത്തിയിട്ട് എൻ്റെ ശരീരത്തിലേക്കും ഒരു വെള്ളവസ്ത്രം പുതപ്പിച്ചിട്ട് ധരിപ്പിച്ചിട്ട് എൻ്റെ കൈക്ക് ഇങ്ങനെ പിടിക്കുക. ഞാൻ എൻ്റെ കട്ടിലേക്ക് കിടക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം എന്നെ മാറ്റി. എൻ്റെ കയ്യിലേക്ക് ഈ മാലാഖ ഇങ്ങനെ പിടിച്ചിട്ട് പതിയെ പതിയെ ഉയർത്തി ഉയർത്തി ആ റൂമിൻ്റെ മുകളിലേക്ക് എന്നെ ഉയർത്തിക്കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉയർത്തി ഉയർത്തി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ മാലാഖ പാട്ട് പാടുകയാണ്, ഞാനും പാട്ട് പാടുകയാണ്. ഹല്ലേലൂയ. എനിക്ക് ചുറ്റും വലിയൊരു ആരാധനയുടെ ശബ്ദം എനിക്ക് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. മാലാഖമാർ തെന്നി തെന്നി നടക്കുന്നതായ ഒരു അനുഭവം ഞാൻ കണ്ടു. പ്രൈസ്, ഒരുപാട് ഇൻസ്ട്രുമെൻസിൻ്റെ സൗണ്ട് ഞാൻ കേട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന്നും സാക്ഷിക്കുമ്പോഴും അത് ചിന്തിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യാത്തൊരു അനുഭവത്തിൻ്റെ മധ്യത്തിലേക്കാണ് ദൈവം എന്നെ നടത്തിയെടുത്തതെന്ന് പറയണം. എന്നാൽ ആ സമയത്ത് എൻ്റെ റൂമിൽ നടന്ന കാര്യം പിന്നെ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞത് ഞാൻ പറയട്ടെ. എൻ്റെ പിതാവ് ഓരോ പ്രാവശ്യവും ഓടി ഓടി റൂമിലേക്ക് ഡോക്ടർമാരുടെ അടുത്ത് ചെന്ന് അവസാനം ഡോക്ടേഴ്സും നഴ്സസും കൂടെ ആ ഹോസ്പിറ്റലിൻ്റെ വാതിൽ അടച്ചിട്ട് ഹല്ലേലൂയ അവർ പിന്നെ എൻ്റെ പപ്പായോട് സംസാരിക്കാതെയായി. എന്നാൽ പിന്നെ അപ്പോഴത്തേക്കും ആ ഹോസ്പിറ്റലിൽ കടന്നു വന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു, ബൈസ്റ്റാൻഡേഴ്സായിട്ടുള്ളവരുണ്ടായിരുന്നു. ഇവരെല്ലാം ഓടി വന്നു. ഇന്നും എബ്രോൻ IPCയിൽ ഹൂസ്റ്റണിൽ ഒരു അച്ചായൻ, ഇതിന് സാക്ഷിയായിട്ട് നിന്നൊരു അച്ചായൻ അവിടെയുണ്ട്, ജെറിയുടെ പപ്പ. അന്ന് കഴിഞ്ഞ 2016 ഞാൻ എൻ്റെ സാക്ഷ്യം ആ അച്ചായനുമായിട്ട് പറഞ്ഞപ്പം, ലിനി, ഞാൻ ഈ സംഭവം നടക്കുമ്പം ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്ന് എന്നോട് പറയാനായിട്ട് ഇടയായി തീർന്നു. ഷിക്കാഗോയിലൊരു കുടുംബമുണ്ട്, ഈ സംഭവം നടക്കുമ്പോൾ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നൊരു കുടുംബമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ അനേക ജനം അവിടെ എൻ്റെ റൂമിൻ്റെ വെളിയിൽ തടിച്ചുകൂടി. എന്നാൽ ഈ സമയത്ത് ഞങ്ങളുടെ പാസ്റ്ററായിരുന്ന NG സാംകുട്ടി പാസ്റ്റർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിലൊരു പ്രേരണ കൊടുത്തു, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകണമെന്ന്. ഉച്ചവരെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ദൈവദാസനാണ് അദ്ദേഹം. വേഗം തന്നെ ഹല്ലേലൂയ തൻ്റെ ബൈക്ക് എടുത്ത് ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ പപ്പായുടെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് ആ ദൈവദാസൻ വരുന്നത്. ഓടി വന്ന് എൻ്റെ പപ്പായെ കയറി പിടിച്ചപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞു, കർത്താവിൻ്റെ ദാസനെ, എൻ്റെ മോൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി എന്ന് പറയാനിടയായി. എന്ത് സംഭവിച്ചെന്നറിയാൻ വയ്യ. ഹല്ലേലൂയ. ദൃഷ്ടികൾ മറഞ്ഞു, നാക്ക് താണുപോയി. ഒരു സിസ്റ്റർ ഓടി വന്ന് നോക്കിയിട്ട് പറഞ്ഞു, അച്ചായ, താൻ മോള് മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു. അവസാനം ഹല്ലേലൂയ അല്പസമയം കഴിഞ്ഞപ്പോൾ കണ്ണടച്ചു, വായും തലയും എല്ലാം കൂടെ ഒരു ചരട്, ഒരു ഷീറ്റ് വലിച്ചു കീറി കെട്ടിവെച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാട്ടുതീ പടരുന്നത് പോലെ ഞാൻ മരിച്ചു എന്നുള്ള വാർത്ത ഞങ്ങളുടെ ദേശത്തെല്ലാം പടർന്നു. എന്നാൽ ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഏകദേശം 2-3 ആഴ്ചയായിട്ടുള്ളൂ. വലിയ പ്രതിസന്ധികൾ അവിടെ ഉണ്ടായി. എൻ്റെ പപ്പായുടെ സഹോദരങ്ങൾ, എൻ്റെ നാട്ടിലുള്ളവർ, സഭയിൽ ചർച്ചിലുള്ളവർ, മർത്തോമ സമുദായത്തിലായിരുന്നു, അവിടെയുള്ളവരെല്ലാം പലരും കടന്നു വന്ന് ആ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് മുതൽ അടിച്ച് തകർത്തു. കാഷ്വാലിറ്റിയിലുണ്ടായിരുന്ന ഉപകരണങ്ങളെല്ലാം അടിച്ച് തകർത്തു. കണ്ണിൽ കണ്ടവരെ എല്ലാം അടിച്ചു. ഡോക്ടേഴ്സും നഴ്സസും എല്ലാം, ഞാൻ പറഞ്ഞല്ലോ, റൂമിൽ കയറി കടച്ചു. അവസാനം എൻ്റെ റൂമിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ദൈവദാസൻ അവിടെ നിൽക്കുന്നത് കണ്ട് പപ്പയുടെ ജ്യേഷ്ഠൻ ആ ദൈവദാസൻ്റെ കോളറിൽ കയറി ഇങ്ങ് പിടിച്ചു. പെന്തക്കോസ്തി കൊണ്ടുപോയി എൻ്റെ കൊച്ചിനെ അങ്ങ് തീർത്തല്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞു, ഹല്ലേലൂയ, ഉണ്ണിച്ചായൻ എന്നാണ് എൻ്റെ പപ്പയുടെ ജ്യേഷ്ഠൻ്റെ പേര്. ഉണ്ണിച്ചായ, ദൈവദാസൻ്റെ മേൽ കൈവെക്കല്ലേ, നമ്മുടെ കുഞ്ഞ് മരിച്ചെങ്കിൽ അവൾ സ്വർഗത്തിലുണ്ട്, പക്ഷെങ്കിൽ ദൈവദാസൻ്റെ മേൽ നമ്മൾ കരം വെച്ചാൽ ആ ശാപം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറത്തില്ല, നമ്മുടെ തലമുറയിൽ നിന്ന് മാറത്തില്ല. അതുകൊണ്ട് ദൈവഹിതമല്ലാത്തതൊന്നും സംഭവിക്കല്ലേ. എൻ്റെ മോള് മരിച്ചെങ്കിൽ അവളെ ഞാൻ നിത്യതയിൽ ചെന്ന് കാണുമെന്ന് പറഞ്ഞു. എന്നാൽ വലിയ പ്രതിസന്ധികൾ അവിടെ ഉണ്ടായി. കാണുവാൻ ജനം കൂടി വന്നു, അടിക്കുവാൻ ഒരു പറ്റം കൂട്ടം വന്നു. ഞാൻ പറഞ്ഞല്ലോ, എം വി ചാക്കോ
സാറിൻ്റെ കുടുംബം അടക്കം അന്ന് ആ ഹോസ്പിറ്റലിലേക്ക് കടന്നു വന്നു. അല്പം കഴിഞ്ഞ് അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായപ്പോൾ എൻ്റെ ബോഡി അവിടെ നിന്ന് മാറ്റണമെന്ന് പറയാനിടയായി. അങ്ങനെ ബോഡി മാറ്റുവാൻ അന്നത്തെ കാലത്ത് അടുത്തൊന്നും ഹല്ലേലൂയ പെട്ടി വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളോ മോർച്ചറി സൗകര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു സമയമാണ്. അപ്പോൾ ദൈവദാസനും എം വി ചാക്കോ സാറിൻ്റെ മകനും കൂടെ എൻ്റെ ശരീരത്തിൻ്റെ അളവെടുത്തു. ഒരു പെട്ടിക്ക് അളവെടുത്ത് ഷീറ്റ് വലിച്ചു കീറി ഒരു ചരട് പോലെ ആക്കിയിട്ട് ആ പെട്ടി വാങ്ങിക്കാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ പാസ്റ്റർ പറഞ്ഞു, നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ശക്തമായിട്ട് പറഞ്ഞു. ദൈവദാസന്മാരും ദൈവജനവും ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ എന്ന് പറഞ്ഞു. ഒരു കൂട്ടം അടിക്കുവാൻ വെളിയിൽ, കാഴ്ചക്കാർ വെളിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ശക്തമായ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ആ ഹോസ്പിറ്റലിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഹോസ്പിറ്റലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ദൈവദാസൻ ആത്മാവിൻ്റെ വലിയൊരു കവിഞ്ഞൊഴുക്കോട് എൻ്റെ തലയിൽ കെട്ടിയിരുന്ന ആ ചരട് അടിച്ചു മാറ്റി. എൻ്റെ നാക്ക് താണു പോയിരുന്നു. ആ നാക്ക് വലിച്ച് വെളിയിലേക്ക് എടുത്ത് ഈ നാക്കിന്മേൽ പിടിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ മകളുടെ ആത്മാവിനെ ഇന്ന് എടുക്കരുത്. ഇന്നെടുത്താൽ നിന്റെ മകൾ ഹല്ലേലൂയ ഈ ദേശത്തിൻ്റെ മധ്യത്തിൽ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച് ഈ കുടുംബം നിന്ദിക്കപ്പെടും. ദൈവദാസനായ ഞാൻ നിന്ദിക്കപ്പെടും. ദൈവമക്കൾ നിന്ദിക്കപ്പെടും. ദേശത്തെ ഈ സഭയുടെ വേല അവസാനിക്കും. അതുകൊണ്ട് നിന്റെ മകളുടെ ആത്മാവിനെ ഞങ്ങൾക്ക് മടക്കി തരണമേ എന്ന് പറഞ്ഞ ആ ദൈവദാസനെ നാക്കിന്മേൽ പിടിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഉയർത്തി ഉയർത്തി കൊണ്ടുപോകുന്നു. വലിയൊരു സന്തോഷത്തിനകത്ത് ഒരു ചെറിയ വഴിയിലേക്ക് എന്നെ പ്രവേശിക്കുമ്പോൾ ആണിപ്പഴുതായ ഒരു കരം എനിക്ക് മുൻപേ അന്തരീക്ഷത്തിൽ വന്നു നിന്നു. ആ കരത്തിൽ നിന്ന് ബ്ലഡ് വാർന്നൊലിക്കുന്നത് ഞാൻ കണ്ടു. ഇതെൻ്റെ കർത്താവിൻ്റെ കരമാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഹൃദയത്തിൽ എനിക്ക് മനസ്സിലായി വലിയൊരു ആരാധനയുടെ മുഴക്കം ഈ കരത്തിൻ്റെ പുറയിൽ നിന്ന് കേൾക്കാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനും എന്തൊക്കെയോ പറഞ്ഞ് ആരാധിച്ചു കൊണ്ടിരിക്കുക. അതുവരെ ആത്മാവിൻ്റെ അഭിഷേകത്തോടെ ആരാധിച്ചിട്ടുള്ളൊരു വ്യക്തിയല്ലായിരുന്നു. എന്നാൽ ഞാനും എന്തൊക്കെയോ പറഞ്ഞ് ആരാധിക്കുന്നുണ്ട്. എന്നാൽ 5 നിമിഷം ഞാൻ ആ കരം കണ്ടു. അതിൻ്റെ പുറകിൽ നിന്ന് ഇടിവെട്ടുന്ന പോലെ ശബ്ദം ഞാൻ കേൾക്കുക, മകളെ നീ മടങ്ങിപ്പൊക്കൊള്ളുക. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുകയും എൻ്റെ ഈ കരത്തിൽ പിടിച്ചിരുന്ന മാലാഖയുടെ പിടിവിട്ട് ഒരു പഞ്ഞി കഷണം പോലെ ഞാൻ ഊർന്നിറങ്ങി വന്ന് എൻ്റെ ശരീരത്തിൽ ജീവൻ പ്രാപിച്ചുണരുമ്പോൾ എൻ്റെ നാക്ക് വലിച്ച് ആരോ പിടിച്ചിരിക്കുന്നു. ആ കൈ ശക്തമായി തട്ടി മാറ്റി ചാടി എഴുന്നേറ്റ് ഒരു ഓപ്പറേഷൻ ചെയ്ത ശരീരമാണെന്ന് പോലും ഗ്രഹിക്കാതെ അന്ന് പകൽക്കാലം കൃപകളോടും കൃപാവരങ്ങളോടും കൂടെ അന്യഭാഷ അടയാളത്തോടെ കർത്താവിനെ ആരാധിപ്പ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ കൃപ നൽകി തന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആദ്യമേ ചോദിച്ചത്, ആരാ എന്നെ തിരിച്ചു വിളിച്ച്? ഞാൻ എൻ്റെ കർത്താവിനെ കാണാൻ പോകുമായിരുന്നല്ലോ. എന്തിനാ എന്നെ തിരിച്ചു വിളിച്ച്? എന്തൊരു സന്തോഷമായിരുന്നു അവിടെ, എന്തൊരു ആരാധനയായിരുന്നു അവിടെ. അതാണ് ഞാൻ ആദ്യമേ വർഷിപ്പിൻ്റെ സമയത്ത് പറഞ്ഞത്. നമ്മൾ ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് നമ്മൾക്കൊരു നിത്യതയുണ്ട്. നാം തിരഞ്ഞെടുക്കുന്നത് അത് അല്ലേ, അത് കർത്താവിൻ്റെ കൂടെ ആണെങ്കിൽ അവിടെ എപ്പോഴും ആരാധനയാണ്. അവിടെ നമുക്ക് കുശലം പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള നേരമൊന്നുമില്ല. അവിടെ എപ്പോഴും ആരാധനയാണ്. അപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് ആരാധിക്കാത്ത നമ്മൾ അവിടെ പോയി ആരാധിക്കുമോ? പോകണ്ടേ കർത്താവിൻ്റെ അടുത്ത്? പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ആരാധിക്കണ്ടേ? ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കണം. മനസ്സിലായോ? ചിലപ്പോൾ നമ്മളെ കളിയാക്കുന്നൊരു മുമ്പിൽ കണ്ടേക്കാം, ഓ എന്തിനാടാ ഇവളിങ്ങനെ ആരാധിക്കുന്നത് അല്ലേ. പക്ഷെങ്കിൽ നമ്മളെ കളിയാക്കിക്കോട്ടെ, നമ്മളെ പുച്ഛിച്ചോട്ടെ, നമ്മൾ ആത്മാനിറവിൽ കർത്താവിനെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആദ്യമേ ആ പാസ്റ്ററിനോട് ചോദിച്ചു, ലീനി ഇത്ര നേരം എവിടെയായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു അനുഭവം കണ്ടു. ദൈവദാസനെ ദൈവാത്മാവ് വെളിപ്പാടിൽ ആ അനുഭവം കാണിച്ചു കൊടുത്തു. എന്നിട്ട് എൻ്റെ തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, നീ ഇന്ന് മരിക്കേണ്ടവളല്ല. നിനക്ക് തന്ന ഈ സാക്ഷ്യവുമായി നീ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി അനേകരെ നിത്യതയ്ക്ക് വേണ്ടി നീ ഒരുക്കണമെന്ന് ആ ദൈവദാസനോട് പറഞ്ഞു. ഹല്ലേലൂയ. പറയട്ടെ, ഇത് കണ്ടുകൊണ്ട് ഇന്ന് ഒരു ഡോക്ടറും 2 സിസ്റ്റർമാരും രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നു. പാസ്റ്റർ അവിടെ നിന്നൊരു പ്രസംഗം അങ്ങ് പ്രസംഗിച്ചു. വെളിയിൽ ആൾ നിൽക്കുക, അകത്തും ആൾ നിൽക്കുക. പാസ്റ്റർക്ക് നല്ലൊരു സമയമായിരുന്നു. പാസ്റ്റർ ദൈവാത്മാവിൽ നിറഞ്ഞ് ഹല്ലേലൂയ ആത്മനിറവിൽ പാസ്റ്റർ അവിടെ നിന്നൊരു പ്രസംഗം അങ്ങ് പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു നിത്യതയുണ്ടെന്നും അവിടെ പോയിട്ട് ഒരാൾ തിരിച്ചു വന്നെന്നും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ അനുഭവ സാക്ഷ്യം പറയാൻ തുടങ്ങിയപ്പോൾ ഒരു ദേവദാസനോട് പറഞ്ഞു, ഇനി കുറച്ചുകൂടെ ഒക്കെ അങ്ങ് പറയണം കേട്ടോ. ഞാൻ ചോദിച്ചു, എന്തിന്?
അല്ല കുറച്ചുകൂടെ കണ്ടെന്നൊക്കെ പറയുമ്പോൾ ജനം കുറച്ചുകൂടെ വിശ്വസിക്കുമല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ ഞാൻ കാണാത്തതൊക്കെ കയറി പറഞ്ഞ് ഞാൻ എന്തിനാ വെറുതെ ശിക്ഷാവധി വാങ്ങിച്ചു വെക്കുന്നത്? ഇത്രയും ഞാൻ കണ്ടുള്ളൂ, ഇത്രയും ഞാൻ കേട്ടുള്ളൂ. അതിനപ്പുറത്തോട്ട് എന്നെ കൊണ്ടുപോയും ഇല്ല, ആ വഴിയിലോട്ട് എന്നെ കയറ്റിയുമില്ല. വഴിയിലോട്ട് കയറാൻ തുടങ്ങുമായിരുന്നു, കൊച്ചൊരു വഴിയായിരുന്നു. ആ വഴിയിലോട്ട് കയറാൻ തുടങ്ങുമ്പോഴാണ് കർത്താവിൻ്റെ കരം എനിക്ക് മുമ്പേ വന്ന് നിന്നത്. പക്ഷെ ആരാധന കേട്ടു, ഈ മാലാഖമാർ തെന്നി തെന്നി നടക്കുന്നത് ഞാൻ കണ്ടു, ഒരുപാട് ഇൻസ്ട്രുമെൻസിൻ്റെ സൗണ്ട് ഞാൻ കേട്ടു. അവിടെ വലിയ സന്തോഷമാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. എന്താ സംഭവിച്ചെന്ന് പറയാം. എൻ്റെ റൂമിൻ്റെ അടുത്ത റൂമിൽ ഏകദേശം 95 വയസ്സുള്ളൊരു അപ്പച്ചൻ കിടന്നിരുന്നു. ആ അപ്പച്ചന് കൊടുക്കേണ്ട ഇഞ്ചക്ഷൻ റൂം മാറി ആ സിസ്റ്റർ ഓടി വന്ന് എനിക്കെടുത്തിട്ട് പോയി. പക്ഷെ അതുകൊണ്ട് എന്തോ പറ്റി, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആർഭാട ജീവിതം പഠിക്കണം വലിയൊരു എയിമായിരുന്നു. പഠിക്കണം, വലിയ സ്ഥാനത്തെത്തണം, മാതാപിതാക്കളെ സംരക്ഷിക്കണം, എല്ലാം അവിടെ ചെന്ന് അവസാനിപ്പിച്ചു. എല്ലാം വേണ്ട, കർത്താവിൻ്റെ വേല ചെയ്യണം, കർത്താവിന് വേണ്ടി നിൽക്കണം. പക്ഷേ അന്നൊക്കെ ഒത്തിരി പരിമിതികളുണ്ട്, സഹോദരിമാർ തന്നെ ഇറങ്ങുന്നതിലൊക്കെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പഠനത്തിന് ശേഷം ഈ പ്രിയപ്പെട്ടവനുമായിട്ടുള്ള വിവാഹ ജീവിതം കർത്താവ് കൊണ്ട് തന്നു. ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയതല്ല കേട്ടോ, കർത്താവ് കൊണ്ടുവന്ന് തന്നതാ. ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്നപ്പം കാനൽ ഇലമാമ എന്ന് പറയുന്ന ദേവദാസി എന്നോട് പറഞ്ഞു, മകളെ, ഗാന ശുശ്രൂഷയിൽ കൂടെ നിന്നെ കർത്താവ് ലോകത്തിൻ്റെ ഫലഭാവങ്ങളിൽ അയക്കും. ഞാൻ അവിടുന്ന് ചെറുതായിട്ടൊന്ന് ചിരിച്ചു. അപ്പോൾ ആ ദേവദാസി എന്നോട് ചോദിച്ചു, എന്തിനാ ചിരിക്കുന്നത്? അവനോ കടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ലല്ലോ. എന്തോ അന്ന് ഞാൻ പാടത്തില്ല, അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ ദേവദാസൻ്റെ നാവേൽ പിടിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ചാടി എഴുന്നേറ്റ് ആ നിമിഷം മുതൽ തുടങ്ങിയ പാട്ടാണ്. അതിനു മുമ്പ് എൻ്റെ കോളേജിൽ ഞാൻ പാടിയിട്ടില്ല, മർത്തോമ സഭയിൽ ഞാൻ പാടിയിട്ടില്ല, എൻ്റെ സ്കൂളിൽ ഞാൻ പാടിയിട്ടില്ല. പല സഹോദരങ്ങളെയും കൂടെ പഠിച്ചവരെ അമേരിക്കയിലും പല രാജ്യങ്ങളിലും വെച്ച് കണ്ടുമുട്ടുമ്പോൾ അവർ ചോദിക്കും, നീ എന്താ പാടാഞ്ഞെന്ന്? ഞാൻ പറഞ്ഞു, പാടത്തില്ലായിരുന്നു. കർത്താവ് അതിനൊരു സാവകാശം ഒരുക്കി തന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ വേല ചെയ്യുവാൻ അന്ന് മുതൽ കഴിഞ്ഞ 34 വർഷമായി. ഞാൻ പറഞ്ഞല്ലോ, ഒരു നിത്യതയുടെ ഒരംശം. നാം ഓടുന്നതും അധ്വാനിക്കുന്നതും, നമ്മൾ ഓടിയതൊന്നും വൃഥായി പോകല്ലേ. കർത്താവിൻ്റെ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ സമയം ആസന്നമായി. കൈവിടപ്പെട്ടു പോകരുതേ. നിങ്ങളോട് മാത്രമല്ല, 3 വിരൽ എൻ്റെ നേരെയാണ് കേട്ടോ. ഒരു വിരലേ ഉള്ളൂ നിങ്ങളുടെ നേരെ, 3 വിരൽ എൻ്റെ നേരെ, എന്നോടുകൂടെയാ. ഈ പറഞ്ഞേച്ച് പാടിയേച്ച് ഞാനിവിടെ കൈവിടപ്പെട്ടു പോയാലേ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയെന്ന് ഓർത്ത് നോക്കിക്കേ. പലപ്പോഴും ഓർക്കാറുണ്ട് ഞാനിങ്ങനെ, കൈവിടപ്പെട്ടു പോയാലത്തെ അവസ്ഥ, മരിച്ചു കഴിഞ്ഞാലത്തെ അവസ്ഥ. കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയപ്പെട്ടവനോട് ഞാൻ പറഞ്ഞു, അച്ഛാ മരിച്ചു കഴിഞ്ഞത്തെ അവസ്ഥ ഞാൻ ചിന്തിച്ച് നോക്കി, അത് വലിയ ഭയാനകമാണ്. വീട്ടിലെ അവസ്ഥയെ നമ്മൾ പോകുന്നിടത്തെയല്ല, അച്ചാച്ചൻ ഒറ്റപ്പെടുന്നു, പിള്ളേർ വന്ന് ഒരാഴ്ച കൊണ്ടങ്ങ് പോകും. അപ്പോൾ എഞ്ചിൽ പറഞ്ഞാൽ ശരിയാ, ഒരാഴ്ച എന്ന് ഞങ്ങളങ്ങ് പോകുമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അച്ചാച്ചനെ ഓർത്തപ്പോൾ ഞാൻ, അയ്യോ കർത്താവേ. അപ്പം ഈ ഒരു അവസ്ഥ ഞാൻ ഓർത്തപ്പം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ വിളിക്കുകയാണെങ്കിൽ ഒന്നിച്ച് 2 പേരെയും കൂടെ അങ്ങ് എടുത്താൽ വളരെ സന്തോഷം. ഒന്നിച്ച് ഓടി, ഒന്നിച്ച് പാടി, ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ചേരപ്പെടുവാനും ഇടയാവുകയാണെങ്കിൽ ഒത്തിരി സന്തോഷം. ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലോട്ട് അർപ്പിക്കുകയത്രേ. ഒറ്റ നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും വിഷയമായിട്ട് ഭാരപ്പെട്ട് ഇന്ന് പകലിൽ ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, ഒത്തിരി അനുഭവം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ പിതാവിനെ ക്യാൻസർ രോഗത്തിന് ദൈവം സൗഖ്യമാക്കി. പ്രാർത്ഥനയുടെ ഫലമായി 7 ദിവസം ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പം കർത്താവ് തന്നെ എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ പിതാവിനെ സൗഖ്യമാക്കി. 95% ക്യാൻസർ എന്ന് 2 ഹോസ്പിറ്റലിൽ നിന്ന് ഹല്ലേലൂയ പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ പിതാവ് പിന്നെയും വർഷങ്ങളോളം ജീവിച്ചിരുന്നു. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പ്രാർത്ഥനയാൽ സാധിക്കാത്ത ഒരു കാര്യമില്ല. പോകുന്നിടത്തെല്ലാം ഇത് പറയുന്നുണ്ട് കൊച്ചോളമാമേ, നീതിമാൻ്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. സഭയുടെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അങ്ങനെയെങ്കിൽ ശ്രദ്ധയോടെ ദൈവസഭ ഒന്ന് പ്രാർത്ഥിച്ചേ. നമ്മൾ ഈ ഹോളൊക്കെ ഒന്ന് മാറ്റി വേറെ പുതിയ ഹോളൊക്കെ പണിത് ജെയിംസ് പൊന്നലി പാസ്റ്റർ അമ്മാമ്മയുടെ നിന്ന് ശുശ്രൂഷിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ്. ഞാനിവിടെ ആരാധിച്ചുകൊണ്ട് നിന്നപ്പോൾ എനിക്കൊരു ദർശനം തന്നു. പ്രൈസ്. ഈ ജനക്കൂട്ടമല്ല കേട്ടോ, നഷ്ടപ്പെട്ടതിനെയും പോയതിനെയും ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ശക്തമായി ഈ ഓസ്റ്റിനിൽ ഹല്ലേലൂയ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. ഇതല്ല എന്നെ കാണിച്ച ബിൽഡിങ്,
ഇച്ചിരൂടെ നീളമുള്ളൊരു ബിൽഡിങ് കാണിച്ചു. നിങ്ങൾ രണ്ടുപേരും കൂടെ സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ഞാൻ കണ്ടു. പ്രൈസൽ വലിയൊരു ജനത്തിൻ്റെ ആരവം മുമ്പിൽ കേട്ടു. നിങ്ങൾ ഐക്യതയോടെ, എൻ്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞതുപോലെ ഒരു മനസ്സോടെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഈ ദൈവസഭയെ ദൈവം വളർത്തുവാൻ വിശ്വസ്തന. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒറ്റ വാക്ക് പ്രാർത്ഥിക്കാൻ പോകുക. ഏതെങ്കിലും വിഷയമായി ഭാരപ്പെട്ട് ഇന്ന് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തി ഒറ്റ വാക്ക് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ പിതാവേ, ഞങ്ങളെ ഈ പകൽക്കാലം ഇവിടെ ദൈവം നിർത്തിയതിനാൽ സ്തോത്രം. അടിയൻ്റെ വായിൽ കർത്താവ് തന്ന സാക്ഷ്യത്തിനായി, വചനത്തിനായി സ്തോത്രം. ദൈവം തന്ന ദർശനത്തിനായി സ്തോത്രം. കർത്താവേ, ഈ കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ വിഷയങ്ങൾ എന്തു തന്നെയായിരുന്നാലും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവപ്രവൃത്തി ഇന്ന് അവർ ഭവനത്തിൽ ചെല്ലുന്നതിന് മുന്നമേ തന്നെ ചില വിടുതലുകൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ, ചില വിടുതലുകൾ അവരുടെ ഭവനത്തിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവകാശം പറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ചില മാതാക്കൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കർത്താവേ, അവരുടെ വിഷയങ്ങളെ കർത്താവ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരോടും പറയാതെ ഹൃദയം വേദനിച്ച് കൊണ്ട് നടക്കുന്ന ചില അനുഭവങ്ങൾ, ആ വിഷയങ്ങളെ കർത്താവ് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തു തന്നെയായിരുന്നാലും കർത്താവിൻ്റെ കരം പ്രവർത്തിക്കണം. ദൈവം പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്രം. കർത്താവ് സമാധാനം കൊടുക്കുന്നതിനാൽ സ്തോത്രം. ദൈവനാമം മഹത്വം എടുക്കുന്നതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു.